അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മണാലിയിലാണ്. മണാലിയിൽ നമ്മളൊരു 3 days പാക്കേജ് എടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലും അവിടുത്തെ ഫെസിലിറ്റീസും അതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെയാണ് നമ്മൾ ഈ വ്ളോഗിലൂടെ കാണിക്കാൻ പോകുന്നത്. ഫബീറാണ്, വെൽക്കം ബാക്ക് എഫ് വ്ളോഗേഴ്സ്. നമ്മൾ ആക്ച്വലി ഉള്ളത് നമ്മുടെ മണാലി വോൾവോ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു സ്റ്റേ വരുന്നത്. ഒബിയോ ടൂറിൻ്റെ പാക്കേജ് എടുത്തിട്ടാണ് നമ്മളോട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ താമസിക്കുന്ന അക്കോമഡേഷനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതുവഴി ഇങ്ങനെ കാറിലുണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് ഫസ്റ്റ് റൈറ്റ് സൈഡിൽ നമുക്കൊരു ചെറിയൊരു ആപ്പിൾ തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ പിന്നീട് കയറുന്നുണ്ട്. ഈ കാണുന്ന ഈ ഒരു അക്കോമഡേഷനിലാട്ടോ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഫസ്റ്റ് ദിവസം നമ്മൾ ഷിംലയിൽ 2 ദിവസം സ്റ്റേ ആണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഷിംല അത്ര കംഫർട്ട് അല്ലാന്ന് തോന്നിയുകൊണ്ട് നമ്മൾ നേരെ മണാലിക്ക് വന്നു. അപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്ന 2 ദിവസം സ്റ്റേ ആണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ 3 ദിവസം സ്റ്റേ ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ദിവസം നമ്മൾ റൂം മുൻകൂട്ടി ബുക്ക് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ആദ്യം താമസിച്ചത് ആ കാണുന്ന റൂമുണ്ടല്ലോ, അതിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നത്തെ 2 ദിവസം നമ്മൾ താമസിച്ചിരുന്നത് ഇതിലായിട്ടാണ് താമസിച്ചിരുന്നത്. ഇത് നിൽക്കുന്നു എൻ്റെ പൊണ്ടാട്ടി. അറിയില്ല, ചോദിച്ചോക്കാം. റോസ് പൊട്ടിക്കാൻ പാടില്ല, അവിടെ ഫൈൻ എഴുതിച്ചിട്ടുണ്ട്. പൂൾ തേക്കിനേക്ക് 500 ദിറംസ് ഫൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടാ, സോറി, ദിറംസ് അല്ല, 500 രൂപ ഫൈൻ കൊടുക്കേണ്ടത്. ഫുൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ 500 രൂപ ഫൈൻ കൊടുക്കേണ്ടത് 2 ലക്ഷം ശരി. കാരണം കണ്ടു കഴിഞ്ഞാൽ ആർക്കാരും ഒന്ന് പൊട്ടിക്കാൻ തോന്നും. കാരണം വെച്ചാൽ അത്രയും മനോഹരമായിട്ടുള്ള ഒരു റോസാണ് ഇവിടെ നിൽക്കുന്നത്. കയറി വന്നവിടെ ആ ബോർഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ കയറി വരുന്നതാണ് റിസപ്ഷൻ. ചെക്കിംഗ് ടൈമും അതുപോലെ ചെക്കൗട്ട് ടൈമും ഇവിടെ എഴുതിയിട്ടുണ്ട്. 12 മണിക്കാണ് ചെക്കിംഗ് ടൈം, ചെക്കൗട്ട് 10 മണിയാണ്. അത് നിങ്ങൾ ഇഷ്ടമാണ്. ഒരു 10-11 ആ ടൈമിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്കൗട്ട് ചെയ്യാൻ പറ്റും. കയറി വരണേക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഗാർഡൻ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ. കാരണം നമുക്കൊരു ഫ്ലവർ, പ്രത്യേകിച്ച് ഈ റോസൊക്കെ നോക്കി, റോസിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം ആദ്യം. ഞങ്ങൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ളൊരു ആപ്പിൾ തോട്ടം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു വന്നതാണ്. ചെറിയൊരു ആപ്പിൾ തോട്ടമാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. കയറി നോക്കിയോട്ടെ എന്താ അവസ്ഥ എന്നുള്ളത്. ആപ്പിൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മണാലിയിൽ വന്നു കഴിഞ്ഞാൽ ആപ്പിൾ കാണാൻ പറ്റുമെന്നൊക്കെ അറിയില്ലേ, അത് ശരിയാണ്. കാരണം നമ്മളൊരു സ്നോ എന്നുള്ള സമയത്തൊക്കെ വരികയാണെങ്കിൽ ഇത് ഇലല്ലാണ്ടൊക്കെ നിൽക്കുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ആപ്പിൾ ഉണ്ടായിട്ടുണ്ട്. കണ്ടാ, ആപ്പിൾ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പച്ച ആപ്പിളാണ് കേട്ടോ. അതായത് ആപ്പിൾ ഇങ്ങനെ കിളിർത്ത് വരുന്നത്, ആപ്പിൾ ഇങ്ങനെ ഉണ്ടായിട്ട് വരുന്നേ ഉള്ളൂ. ഇതുപോലെ എല്ലാത്തുമ്മലും ആപ്പിളുണ്ട്. ആപ്പിൾ, പച്ച ആപ്പിൾ അല്ലേ. യെസ്, ചെറിയതായിട്ട് ഇങ്ങനെ ഉണ്ടായി കേട്ടോ. ചെറിയ ആപ്പിളാണ് ഉണ്ടായിട്ടുള്ളത്. വളരെ ചെറിയൊരു ആപ്പിൾ. കാണുമ്പോൾ തന്നെ പൊട്ടിക്കാൻ തോന്നും, പക്ഷെ പൊട്ടിക്കാൻ പാടില്ല. കാരണം അതുണ്ടായി വരുന്നേ ഉള്ളൂ. അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ആപ്പിളും അതുപോലെ വേറെ എന്തൊക്കെ കൃഷികളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ അധികം അങ്ങോട്ട് പോകുന്നില്ല. കുറച്ച് ഇവിടുന്ന് നമുക്ക് നോക്കി കഴിഞ്ഞാൽ കുറേ ആപ്പിൾ മരങ്ങളുണ്ട്. ഇതിൽ നമുക്ക് കണ്ടില്ലേ, നമുക്ക് അത്യാവശ്യം ആപ്പിൾ ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മൾ താമസിക്കുന്ന റൂമാണ് കേട്ടോ നമുക്ക് ഇനി കാണിച്ചു തരാൻ പോകുന്നത്. റൂം ഏകദേശം 3rd ഫ്ലോറിലാണ് ഉള്ളത്. കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതാണ് നമ്മളെ മാസ്റ്റർ ബെഡ്റൂം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കിളിപ്പച്ച കളറിൽ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരു ബെഡ്റൂം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു കപ്പിൾസിനൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഫാമിലിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റൂം തന്നെ ഈ ഒരു ഇതിനെ പറയാം. പാക്കേജ് തികച്ചും വെർത്താണ് കേട്ടോ. കാരണം ഇത്തരത്തിലുള്ള റൂമൊക്കെ തരുന്ന പാക്കേജാണെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വെർത്താണ്. അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ ഈ ഒരൊറ്റ റൂമിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു ചെയറും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു മഗ് വെച്ചിട്ടുണ്ട് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട്. വെള്ളമുണ്ട്, ഗ്ലാസ് ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു കബോർഡ് വരുന്നുണ്ട്. നമുക്ക് കബോർഡിൽ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ വെക്കാം, നിർബന്ധമില്ല, വെക്കണമെങ്കിൽ വെക്കാം. ചെറിയൊരു ലാമ്പൊക്കെ ഇവിടെ വെച്ചിട്ട് നല്ല രീതിയിൽ നല്ല വൃത്തിക്ക് ഈ റൂം സെറ്റാക്കിയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്ലാരിറ്റി കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് വെറും നൈറ്റ് വിഷ്വൽസിൻ്റെതായതുകൊണ്ടാണ്. പകലത്തെ വ്യൂ ഞാൻ നാളെ രാവിലെ എണീറ്റേക്ക് കാണിച്ചുതരാം. പക്ഷേ നമ്മളിതിൽ കിടന്നു കഴിഞ്ഞാൽ ഇവർ തന്നിട്ടുള്ളൊരു വൃത്തി നമ്മൾ നേരം വെളുക്കുമ്പോൾ ഉണ്ടാവാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തത്. ഇനി ഇവിടെ മെയിനായിട്ട് എനിക്കൊരു ഹൈലൈറ്റ് എടുത്തതെന്ന് വെച്ചാൽ ഇവിടുത്തെ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. യെസ്, ഇതാണ് ബാൽക്കണിയിൽ നിന്നിട്ടുള്ള പുറത്തേക്കുള്ള വ്യൂ. യെസ്, ഒരു അടിപൊളി വ്യൂ തന്നെയാണ് കേട്ടോ പുറത്തേക്കുള്ള വ്യൂ.
ഉണ്ടോ. അത് ലാസ്റ്റത്തേലാണ് ഉപ്പയും ഉമ്മയും താമസിക്കുന്നത്. അവിടെ അടുത്തേക്ക് നമുക്കിപ്പോൾ പോവാം. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കൊണ്ട് വന്നത് മാത്രം. ഇവിടുന്ന് എനിക്ക് തോന്നുന്നത് നാളെ നേരം വെളുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ മുകളിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും, മഞ്ഞ് കാണാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. താഴോട്ട് ഇവിടെയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് നേരെ കണ്ട് കയറി വരികയാണ് ചെയ്തിട്ടുള്ളത്. യെസ്, ഇതിലാണ് അവരുള്ളത്. അതായത് ഇപ്പം വന്നിട്ട് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബ്രോ നോക്കിയാ എന്താ ചായ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം കേട്ടോ. നമുക്ക് പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇൻക്ലൂഡ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് 2. അതുപോലെ ഇപ്പോൾ ഡിന്നറൊക്കെ പാക്കേജിൽ ഇൻക്ലൂഡ് ആണ് കേട്ടോ. നല്ല രീതിയിൽ സ്ലോ ആ ദൂരെ നോക്കി എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ, മുകൾ ഭാഗത്ത് നോക്ക്. ഓക്കെ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. അമ്മ ചായ റെഡി ഉണ്ട്. റാശി വരുമ്പോൾ റാശിയുടെ ഒപ്പം കേട്ടോ. ഓക്കെ, ആ എന്താടാ ഇതാണ്ടാ, ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ഉപ്പ ഇവിടെ നേരത്തെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നേരത്തെ വന്നോണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റ് റെഡി എന്ന് പറയുമ്പോൾ വന്നാ ഇവിടെ വന്നപ്പോൾ പറഞ്ഞോ. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതെന്താ, ഉപ്മാവാ? പൂരി ഉണ്ട് അല്ലേ? പൂരി ബ്രേക്ക്ഫാസ്റ്റിന് വെജിറ്റബിൾ പുലാവാണ്. പൂരി ഉണ്ട്, പിന്നെ അതുപോലെ വെജിറ്റബിൾ പുലാവുണ്ട്. പിന്നെ നമുക്ക് ചായ. എനിക്കിവിടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ഇവിടെ ചായയാണ് കേട്ടോ. അത്യാവശ്യം അടിപൊളി ചായ എന്ന് പറഞ്ഞാൽ അടിപൊളി ചായ. കാരണം നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചായ ഒരു കംഫർട്ടായിരിക്കില്ല. കാരണം ഭയങ്കര മധുരം കൂടുതൽ, അങ്ങനെയൊക്കെ ഒരു നമുക്കൊരു മലയാളി ഇത് കിട്ടില്ല. പക്ഷെ ഇവിടുത്തെ ചായ എന്ന് മാത്രമല്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പൂരി ആയാലും ഡിന്നർ ആയ പോലും ഒക്കെ നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ഫുഡ് തന്നെ അവർ സെർവ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ മണാലി വന്നിട്ട് എനിക്ക് ഭക്ഷണത്തിന് ഭയങ്കര പ്രശ്നമായിരുന്നുണ്ടായിരുന്നു. കാരണം ഭക്ഷണം നമുക്ക് വിചാരിച്ച രീതിയിൽ കഴിക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷേ അതിനൊക്കെ ഒരു പരിഹാരം ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം ഇരുന്ന് കഴിക്കാനുള്ള ഡൈനിങ് സെറ്റപ്പ് ഇവിടെ ഉണ്ട്. മമ്മ എന്നിട്ട് വിളിക്കാട്ടാ. മമ്മൻ്റെ തീറ്റില്ല.